വെൽക്കം ടു എയ്സാബ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മുൻവർഷം PSCക്ക് ചോദിച്ചിട്ടുള്ളതായ കുറേ ചോദ്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡായ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ചർച്ച ചെയ്യാം. ചോദ്യത്തിലേക്ക് കടക്കാം. ഹി ടുക്ക് റിവെഞ്ച് ഡാഷ് ഹിസ് ഫോസ് എന്നാണ്. ഫോസ് മീൻസ് എനിമീസ് എന്നാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രെപ്പസിഷണൽ ഫ്രേസസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രെപ്പസിഷണൽ ഫ്രേസസുമായി ബന്ധപ്പെട്ട കാര്യം. റിവെഞ്ച് എന്നതിന് ശേഷം എപ്പോഴും ഉപയോഗിക്കുന്നത് ഓൺ എന്നതാണ്. റിവെഞ്ച് എന്നതിന് ശേഷം എപ്പോഴും ഓൺ ആണ് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഫീഡ് എന്നതിന് ശേഷം എപ്പോഴും ഓൺ ആണ് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ റിലൈ എന്നതിന് ശേഷം എപ്പോഴും ഓൺ ആണ് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻസിസ്റ്റ് എന്നതിന് ശേഷം എപ്പോഴും ഓൺ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇൻസിസ്റ്റ് പ്ലസ് ഓൺ, ഇൻസിസ്റ്റ് ഓൺ, റിലൈ പ്ലസ് ഓൺ, റിലൈ ഓൺ, റിവെഞ്ച് പ്ലസ് ഓൺ, റിവെഞ്ച് ഓൺ. രണ്ടാമത്തെ ചോദ്യം അതൊരു പ്രോവർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പ്രോവർബുമായി ബന്ധപ്പെട്ട ചോദ്യം. വെൽ ബിഗൺ ഈസ് ഡാഷ് എന്നാണ്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ്. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ്. അങ്ങനെയാണെങ്കിൽ 2024 LD ക്ലർക്കിന് ചോദിച്ചതായ മലപ്പുറം ജില്ല പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിച്ചതായ ചോദ്യം, അതിനു മുൻപും LD ക്ലർക്കിന് ചോദിച്ചതാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് ഇംഗ്ലീഷിൽ നമ്മളോട് ചോദിക്കും, മലയാളത്തിൽ ചോദിക്കും. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ്. ഇത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് എന്ന പാറ്റേണിൽ നമ്മളോട് ചോദിക്കാറുണ്ട്. പ്രോവർബിൻ്റെ മീനിങ് നമ്മളോട് ചോദിക്കാറുണ്ട്. മലയാളത്തിലും ചോദിക്കും. അതേപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്ന് പറഞ്ഞ് ചോദിക്കും. ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദ റേസ് എന്നാണ്. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദ റേസ്. ഓപ്ഷൻസ് നമുക്ക് തരുന്നത് എന്തൊക്കെയാണ്? ഒന്ന് വിൻ എന്ന് തരും, മറ്റത് വിൻസ് എന്ന് തരും. ഇവിടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. ടു ഈക്വൽ വേർഡ്സ് ആർ കമ്പൈൻഡ് ബൈ ആൻഡ്. രണ്ട് തുല്യ പ്രാധാന്യമുള്ള പദങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ആൻഡ് ഉപയോഗിച്ച് ചേർത്ത് എഴുതി. അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്രിയ സിംഗുലർ ആയിട്ട് മാറണം. അപ്പോൾ ആൻസർ വരിക നമുക്ക് വിൻസ് എന്നാണ്. അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് എന്നാണെങ്കിൽ അതിൽ മലയാളം ചോദിച്ചാൽ രണ്ട് രീതിയിലാണ് മലയാളം എഴുതുക. പയ്യെ തിന്നാൽ പനയും തിന്നാം, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. അപ്പം 3 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന സാധനമാണ്. ഒന്ന് സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദ റേസ്, ആൻസർ വിൻസ് എന്നാണ്. പിന്നെ മലയാളത്തിൽ നമ്മളോട് ചോദിക്കുമ്പോൾ പയ്യെ തിന്നാൽ പനയും തിന്നാം, അതിൻ്റെ തന്നെ മീനിങ് ആണ്. വേറൊന്ന് മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ഇനി അടുത്തായിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താ? ആൻറ്റണിം ഓഫ് അഡാപ്റ്റ് എന്നാണ്. അഡാപ്റ്റ് എന്നതിൻ്റെ അർത്ഥം എന്താ? യോജിച്ചതാവുക, സ്യൂട്ടഡ് എന്നൊക്കെ അർത്ഥം വരുന്നൊരു പദമാണ് അഡാപ്റ്റ് എന്നത്. അഡാപ്റ്റ് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ മിസ്ഫിറ്റ് എന്നാണ്. മിസ്ഫിറ്റ്. അപ്പോൾ അഡാപ്റ്റ് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ മിസ്ഫിറ്റ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഹെയ്റ്റ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഹെയ്റ്റ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ലവ് എന്നാണ്. സ്നേഹിക്കുക, വെറുക്കുക എന്നാണ്. അങ്ങനെയാണ് റിട്രീറ്റ് എന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നു അഡ്വാൻസ് എന്നാണ്. എന്നാൽ മുൻവർഷത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് CIDയുടെ എക്സാമിന് നമ്മളോട് ചോദിച്ചതാണ് പോസ്റ്റ്പോണ്ട് എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നാണ്. ഇവിടെ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന റിട്രീറ്റ് എന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അഡ്വാൻസ് എന്ന് എഴുതി. എന്നാൽ പോസ്റ്റ്പോണ്ട് എന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് അഡ്വാൻസ്ഡ് എന്നാണ്. പോസ്റ്റ്പോണ്ട് എന്നതിൻ്റെ ഓപ്പോസിറ്റ് പ്രീപോണ്ട് എന്നല്ല, അഡ്വാൻസ്ഡ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ മുൻവർഷത്തെ SIയുടെ പരീക്ഷ ചോദിച്ചതാണ് ഫ്ലെയിമബിൾ എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നാണ്. ഫ്ലെയിമബിൾ എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നാണ്. ഓപ്ഷനിൽ ഇൻഫ്ലെയിമബിളും ഉണ്ടായിരുന്നു, നോൺ ഫ്ലെയിമബിളും ഉണ്ടായിരുന്നു. ഫ്ലെയിമബിൾ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഇൻഫ്ലെയിമബിൾ എന്നും ഉണ്ടായിരുന്നു, നോൺ ഫ്ലെയിമബിൾ എന്നും ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ കുട്ടികൾ എഴുതാൻ സാധ്യതയുള്ളത് ഫ്ലെയിമബിൾ എന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇൻഫ്ലെയിമബിൾ എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഫ്ലെയിമബിളിൻ്റെയും ഇൻഫ്ലെയിമബിളിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ എടുക്കാറുള്ളത് നോൺ ഫ്ലെയിമബിൾ എന്നതാണ്. നോൺ ഫ്ലെയിമബിൾ. ഇപ്പോൾ ഫ്ലെയിമബിൾ, ഇൻഫ്ലെയിമബിൾ, ഓപ്പോസിറ്റ് നോൺ ഫ്ലെയിമബിൾ. അതേപോലെ നേറ്റീവ് എന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എക്സോട്ടിക് എന്നാണ്. എക്സോട്ടിക് അല്ലെങ്കിൽ ഏലിയൻ എന്നാണ്. ഫോറിനർ അല്ലെങ്കിൽ ഫോറിൻ എന്ന അർത്ഥം വരുന്ന പദം. അടുത്തായിട്ട് എല്ലാ SCERT പുസ്തകത്തിലും ഉള്ളതായ സാധനമാണ് പ്രിഫിക്സ്, സഫിക്സ്. ഒരു പ്രിഫിക്സ്, ഒരു വാക്കിൻ്റെ മുൻപിലായിട്ട് നമ്മൾ പ്രിഫിക്സ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചില വാക്കുകളുടെ എന്ത് കിട്ടും? ഓപ്പോസിറ്റ് കിട്ടും. ഇത് ഒരു PYQ ആണ്, മുൻവർഷം ചോദിച്ചതാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ SCERT പുസ്തകത്തിൽ ഉള്ളതുമാണ് ഈ സാധനം. എന്താ തന്നിരിക്കുന്നത്? ഗ്രേസ് എന്ന വാക്കിൻ്റെ മുൻപിലായിട്ട് ഒരു പ്രിഫിക്സ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? അതിൻ്റെ ഓപ്പോസിറ്റ് കിട്ടുന്നു എന്നാണ്. പ്രിഫിക്സ് എന്നതിൻ്റെ അർത്ഥം എന്താ? മുൻപിൽ ചേർക്കുന്ന പ്രത്യയം.
മുൻപിൽ ചേർക്കുന്ന പ്രത്യയം. അപ്പോൾ ഗ്രേസ് എന്നതിൻ്റെ മുൻപിലായിട്ട് ഞാൻ ഡിസ് എന്ന് ചേർത്താൽ ഡിസ്ഗ്രേസ് എന്നായി മാറി. അപ്പോൾ ഗ്രേസ് എന്നതിൻ്റെ മുൻപിലായിട്ട് ഞാൻ ചേർത്ത പ്രിഫിക്സ് ആണ് ഡിസ് എന്നത്. അപ്പോൾ നമുക്ക് ഏത് ആൻസർ കിട്ടി? വി ഗെറ്റ് ഡിസ്ഗ്രേസ്. നമുക്ക് എന്ത് കിട്ടി? ഡിസ്ഗ്രേസ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 2017 അതുപോലെ തന്നെ 13 കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലയുടെ LD ക്ലർക്കിന് ചോദിച്ചതായ ഒരു സാധനമാണ് റെഗുലർ. ഒരു വേർഡാണ് റെഗുലർ എന്നത്. റെഗുലർ എന്നതിൻ്റെ മുൻപിലായിട്ട് ഒരു പ്രിഫിക്സ് ചേർത്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഇറഗുലർ എന്ന് കിട്ടും. അപ്പോൾ റെഗുലർ എന്നതിൻ്റെ മുമ്പിലായിട്ട് IR ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇറഗുലർ എന്ന് കിട്ടും. അപ്പോൾ റെഗുലർ ഇറഗുലർ. അങ്ങനെയാണെങ്കിൽ പേഷ്യൻ്റ് എന്നതിൻ്റെ മുമ്പിലായിട്ട് ഒരു പ്രിഫിക്സ് ചേർത്താൽ ഇംപേഷ്യൻ്റ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പ്യുവർ എന്നതിൻ്റെ മുമ്പിൽ IM ചേർത്താൽ ഇംപ്യുവർ എന്നായി മാറി. ലീഗൽ എന്നതിൻ്റെ മുമ്പിലായിട്ട് IL ചേർത്താൽ ഇല്ലീഗൽ എന്നായി മാറി. അപ്പോൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുൻപിൽ ചേർക്കുന്ന പ്രത്യയം എന്നാണ്. അപ്പോൾ ആൻസർ ഡിസ്ഗ്രേസ് എന്നാണ്. അടുത്തായിട്ട് ഡിഗ്രി ലെവൽ എക്സാമിന് മുൻവർഷം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഡാഷ് ഈസ് ദ വേർഡ് വിച്ച് മീൻസ് നാച്ചുറൽ എബിലിറ്റി. ജന്മനാ കിട്ടുന്ന കഴിവ്, ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും നമ്മൾ, ജന്മവാസന എന്ന് പറയും. ഇപ്പോൾ പാട്ടുപാടാനുള്ള കഴിവ്, യേശുദാസിന് പാട്ടുപാടാനുള്ള കഴിവ് ജന്മനാ കിട്ടിയതാണ്. NGS ഹ്യൂമാന് പാട്ടുപാടാനുള്ള കഴിവ് ജന്മനാ കിട്ടിയതാണ്. ഈ ജന്മന എന്ന അർത്ഥം വരുന്ന, ജന്മവാസന എന്ന അർത്ഥം വരുന്ന ഒരു വേർഡാണ് നമുക്ക് അവിടെ എടുക്കേണ്ടത്. 4 വാക്കിൻ്റെ ഉച്ചാരണവും ഒരേപോലെയാണ്. ഇവിടെ നമുക്ക് ആൻസറായിട്ട് എടുക്കാറുള്ളത് FLAIR, ജന്മവാസന, നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും, പിന്നെ നാച്ചുറൽ എബിലിറ്റി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ FLARE ഫ്ലെയറിൻ്റെ അർത്ഥം മിന്നി മിന്നി പ്രകാശിക്കുക, കത്തുക, ജ്വലിക്കുക എന്നാണ്. മിന്നി മിന്നി പ്രകാശിക്കുക, കത്തുക, ജ്വലിക്കുക എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ FARE ഫെയറിൻ്റെ അർത്ഥം യാത്ര ചെയ്യുക, യാത്രാക്കൂലി എന്നൊക്കെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ FAIR എന്നതിൻ്റെ അർത്ഥം ബ്യൂട്ടി എന്നാണ്, അഴക്, സൗന്ദര്യം. മുൻവർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നു ബ്യൂട്ടി എന്നർത്ഥം വരുന്ന പദം താഴെ നിന്ന് എടുത്ത് എഴുതാൻ വേണ്ടി. ബ്യൂട്ടി എന്നർത്ഥം വരുന്ന ഒരു പദമാണ് FAIR. അതിന് പുറമെ എക്സിബിഷൻ എന്നൊരർത്ഥവും ഏതിന് നമുക്കെടുക്കാം? FAIR വിച്ച് മീൻസ് ബ്യൂട്ടി ഓർ എക്സിബിഷൻ എന്നാണ്. ഇപ്പോൾ ഇവിടെ ആൻസറായിട്ട് എടുക്കുക നാച്ചുറൽ എബിലിറ്റി എന്നർത്ഥം വരാൻ നമ്മൾ എടുക്കാറുള്ളത് FLAIR. There was a big crowd dash the market എന്നാണ്. ഇത് പ്രെപ്പസിഷനുമായി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൽ പ്രെപ്പസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും, ഈഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും, ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും, സ്പെല്ലിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? There was a big crowd dash the market എന്നാണ്. ആൻസർ ഇൻ ദ മാർക്കറ്റ് എന്നാണ്. ഇൻ ദ മാർക്കറ്റ്. വലിയ ഒരു ജനക്കൂട്ടം ഏതിനകത്തുണ്ട്? കമ്പോളത്തിനകത്തുണ്ട്. കമ്പോളത്തിനകത്തുണ്ട്, ഒരു ബൗണ്ടറിക്ക് അകത്തുണ്ട് എന്നാണ്, ഒരു മാർക്കറ്റിനകത്തുണ്ട് എന്നാണ്. അടുത്തത് ഡബിൾ കമ്പാരിറ്റീവ്സ്. കമ്പാരിറ്റീവിന് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന ടോപ്പിക്കിൽ ഒന്ന് പോസിറ്റീവ് ഡിഗ്രി, 2 സെക്കൻഡ് വൺ കമ്പാരിറ്റീവ് ഡിഗ്രി, തേർഡ് വൺ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇപ്പോൾ നമ്മളെ വ്യത്യാസം എന്താ? നമ്മൾ 2 ആളുകളെയോ 2 സ്ഥലങ്ങളെയോ 2 രാജ്യങ്ങളെയോ വെൻ വി കമ്പയർ 2 പേഴ്സൺസ്, 2 പ്ലേസസ്, 2 തിങ്സ് എറ്റ്സെട്ര, 2 ആളുകളെയോ 2 സ്ഥലങ്ങളെയോ 2 രാജ്യങ്ങളെയോ ചർച്ച ചെയ്യുമ്പോൾ ഐദർ വി യൂസ് പോസിറ്റീവ് ഓർ കമ്പാരിറ്റീവ്. ഒന്നുകിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? പോസിറ്റീവ് ഉപയോഗിക്കും, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഉപയോഗിക്കും. ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഡബിൾ കമ്പാരിറ്റീവ്സ് എന്ന ഒരു സാധനമാണ് ഡബിൾ കമ്പാരിറ്റീവ്സ്. എന്താ ഡബിൾ കമ്പാരിറ്റീവ്സിൻ്റെ ഓർഡർ? ദ പ്ലസ് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ദ എന്നത് ദ എന്നും ഉച്ചരിക്കാം, ദി എന്നും ഉച്ചരിക്കാം. ദ പ്ലസ് കമ്പാരറ്റീവ് വേർഡ്, ദ പ്ലസ് കമ്പാരറ്റീവ് വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ്. ദ പ്ലസ് കമ്പാരറ്റീവ് വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വാചകത്തിൻ്റെ ഓർഡറും ഇതേപോലെ ആയിരിക്കണം എന്നുള്ളതാണ്. ദ പ്ലസ് കമ്പാരറ്റീവ് വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ്. അപ്പോൾ സ്വാഭാവികമായി നമുക്കിവിടെ എന്ത് വന്നിട്ടുണ്ട്? സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, വേർബ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുൻപിലേക്ക് എന്താ നമ്മൾ കൊണ്ടുവരേണ്ടത്? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളും അതുപോലെ തന്നെ കമ്പാരറ്റീവ് വേർഡ് കൊടുക്കണം. അങ്ങനെയുള്ള ആൻസർ എന്താ? ദ ഹാപ്പിയർ എന്നാണ്. ഹാപ്പി എന്നതിനെ നമ്മൾ കമ്പാരറ്റീവിലേക്ക് മാറ്റുമ്പോൾ ഹാപ്പിയർ എന്നായി മാറും.
അടുത്തത് പിന്നെ ഹാപ്പിയസ്റ്റ് എന്നായി മാറും. ഹാപ്പിയസ്റ്റ്, ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്. അപ്പോൾ ഏത് കമ്പാരിറ്റീവ് വേർഡ് കിട്ടിയാൽ നമുക്ക് ഹാപ്പി എന്നതിനെ ഹാപ്പിയർ എന്നാക്കി മാറ്റി. അതിൻ്റെ മുമ്പിൽ ഏത് ആർട്ടിക്കിൾ ചേർത്തു? ദ എന്നത്. അപ്പോൾ ആൻസർ എന്താ വരിക? യെസ്, ദ ഹാപ്പിയർ എന്നാണ്. ദ ഓൾഡർ ഹി ഗോട്ട് ദ ഹാപ്പിയർ ഹി ബിക്കെയിം എന്നാണ്. ആൻസർ സി എന്നതാണ്. അപ്പോൾ ഡബിൾ കമ്പാരിറ്റീവ്സ് എന്ന പാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഇക്വേഷൻ പ്രകാരം ദ പ്ലസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ പ്ലസ് കമ്പാരിറ്റീവ് വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വാചകത്തിൽ കമ്പാരിറ്റീവ് വേർഡിന് മുൻപിലായി ഏത് ആർട്ടിക്കിൾ വരും? ദ പ്ലസ് കമ്പാരിറ്റീവ് വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് എന്നാണ്. ഡബിൾ കമ്പാരിറ്റീവ്സ്. അടുത്തായിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താ? ഹോസ്റ്റൈൽ എന്ന വാക്കിൻ്റെ സിനണിമാണ്, പര്യായ പദം അല്ലെങ്കിൽ സമാനാർത്ഥ പദം എന്നാണ് പറയുക. പര്യായ പദം, ഒന്നിൽ കൂടുതൽ അർത്ഥമുള്ള പദം എന്നാണ്. ഹോസ്റ്റൈൽ എന്ന വാക്കിൻ്റെ ശത്രുതാ മനോഭാവമുള്ള എന്നാണ്. അതായത് ഒരാളോട് ദേഷ്യഭാവത്തിലുള്ള എന്ന അർത്ഥം വരുന്ന പദമാണ് ഹോസ്റ്റൈൽ എന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ എടുക്കാൻ പറ്റുന്ന വേർഡ് എന്താണ്? അൺഫ്രണ്ട്ലി എന്നാണ്, സൗഹാർദ്ദമില്ലാത്ത എന്നാണ്. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് അല്ല നമ്മളോട് ഇവിടെ പറയുന്നത്, സിനണിമായിട്ടാണ് പറഞ്ഞത്, സമാനാർത്ഥം. അങ്ങനെയാണെങ്കിൽ ഹോസ്റ്റൈൽ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? ഫ്രണ്ട്ലി എന്ന് എഴുതാം. ഫ്രണ്ട്ലി. ഓപ്പോസിറ്റായിട്ട് നമുക്ക് എന്ത് എഴുതാം? ഫ്രണ്ട്ലി എന്ന് എഴുതാം. യെസ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യം. ദ അനൗൺസ്മെൻറ്റ് ഓഫ് ദ റിസൾട്ട്സ് ഡാഷ് വെയ്റ്റഡ് അല്ലെങ്കിൽ എവെയ്റ്റഡ് എന്നാണ്. ദ അനൗൺസ്മെൻറ്റ് ഓഫ് ദ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫലം നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കാത്തിരിക്കുകയാണ്. ആ ഫലപ്രഖ്യാപനം നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കാത്തിരിക്കുകയാണ്. അവിടെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓക്സിലറി വേർബ് ഷുഡ് ബി സിംഗുലർ എന്നാണ്. ആ വാചകത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ആർ എന്ന് വന്നിരിക്കുന്നു, ഈസ് എന്ന് വന്നിരിക്കുന്നു, വെയർ എന്ന് വന്നിരിക്കുന്നു, ആം എന്ന് വന്നിരിക്കുന്നു. ഈ തന്ന ഓപ്ഷൻ പ്രകാരം ആർ എന്നത് പ്ലൂരലാണ്, വെയർ എന്നത് പ്ലൂരലാണ്, ആം എന്നത് ഐയുടെ കൂടെ മാത്രം ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ബി എന്നതാണ്, ഈസ് എന്നതാണ്. ദ അനൗൺസ്മെൻറ്റ് ഓഫ് ദ റിസൾട്ട്സ് ഈസ് എവെയ്റ്റഡ് എന്നാണ്. അടുത്തതും ഒരുപാട് തവണ ചോദിച്ചുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇറ്റ് ഈസ് ഇംപോസിബിൾ. കണ്ട, ആ വാക്കിൽ നിന്ന് നമുക്ക് എടുക്കുക. പോസിബിൾ എന്നതിൻ്റെ മുമ്പിലായി ഐ എം ചേർത്താൽ അതൊരു പ്രിഫിക്സ് ആണ്. പോസിബിൾ, സാധ്യമായത് എന്നർത്ഥം അല്ലേ? യെസ്, പോസിബിൾ എന്നതിൻ്റെ മുമ്പിലായിട്ട് എന്ത് ചേർത്തിരിക്കുന്നു? ഐ എം ചേർത്തപ്പോൾ ഇമ്പോസിബിൾ എന്ന് കിട്ടി, അസാധ്യമായതെന്ന് കിട്ടി. അപ്പോൾ പോസിബിൾ എന്നതിൻ്റെ മുമ്പിൽ ഐ എം ചേർത്തപ്പോൾ അത് പ്രിഫിക്സ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ബിലീഫ് ഡാഷ് ഇമോഷൻ എന്നാണ്. ഇപ്പോൾ ഇവിടെ നമ്മളോട് പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് എന്ന വേർഡിന് ശേഷം ഏത് പ്രപ്പോസിഷൻ ഉപയോഗിക്കും എന്നാണ് ചോദ്യം. സെപ്പറേറ്റ് എന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക ഫ്രം എന്നതാണ്. സെപ്പറേറ്റ് ഫ്രം. അങ്ങനെയാണെങ്കിൽ പ്രിവെൻറ്റ് എന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഫ്രം എന്നാണ്. പ്രിവെൻറ്റ് പ്ലസ് ഫ്രം, പ്രിവെൻറ്റ് ഫ്രം, സെപ്പറേറ്റ് ഫ്രം, സെപ്പറേറ്റ് ഫ്രം. അങ്ങനെയാണെങ്കിൽ അബ്സ്റ്റെയിൻ. അബ്സ്റ്റെയിൻ എന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഫ്രം ആണ്, അബ്സ്റ്റെയിൻ ഫ്രം എന്നാണ്. അങ്ങനെയാണെങ്കിൽ റിഫ്രെയിൻ പ്ലസ് ഫ്രം ആണ്, റിഫ്രെയിൻ പ്ലസ് ഫ്രം ആണ്. അപ്പോൾ അവിടെ ആൻസർ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ബിലീഫ് ഫ്രം ഇമോഷൻ എന്നാണ്. അടുത്തത് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട ചോദ്യം. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? സ്റ്റുഡൻറ്റ് ഷുഡ് ഒബേ ദ റൂൾസ് ഓഫ് ദി സ്കൂൾ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ തന്നിരിക്കുന്നത് എന്താ? ഇത് സബ്ജക്റ്റാണ്. ഇതെന്താണ്? ഓക്സിലറി വേർബാണ്. ഇതെന്താണ്? V1 ആണ്. സബ്ജക്റ്റ് AV, അതുപോലെ V1. ഇനി ഇവിടെ ഒബ്ജക്റ്റായിട്ട് വരുന്ന സാധനം എന്താ? എന്താണ് അനുസരിക്കേണ്ടത് കുട്ടി? യെസ്, ദ റൂൾസ് ഓഫ് ദി സ്കൂൾ. അതാണ് ആ വാചകത്തിൽ എന്തെന്നോ ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റ് ഇൻ ദി ആക്റ്റീവ് വോയിസ് ബിക്കംസ് സബ്ജക്റ്റ് ഇൻ ദി പാസീവ് വോയിസ്. അപ്പോൾ സ്വാഭാവികമായി ഈ വാചകത്തിലെ ഒബ്ജക്റ്റ് ഏതാ? ദ റൂൾസ് ഓഫ് ദി സ്കൂൾ എന്നാണ്. ദ റൂൾസ് ഓഫ് ദി സ്കൂൾ. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഒരു വിദ്യാലയത്തിന് നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ വിദ്യാർത്ഥിക്കും ബാധകമായ ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് എന്ത് വേണ്ട? ബൈ പ്ലസ് ഒബ്ജക്റ്റ് ആവശ്യമില്ല. ബൈ പ്ലസ് ഒബ്ജക്റ്റ് ഈസ് അൺനെസസറി ഈസ് ഹിയർ. ഇവിടെ എന്താണ്?
ഒബ്ജക്റ്റ് അൺനെസസറി ആണ്. യെസ്, അപ്പോൾ സ്വാഭാവികമായും ദ റൂൾസ് ഓഫ് ദി സ്കൂൾ ഷുഡ് ബി ഒബെയ്ഡ് എന്നാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന വാചകത്തിൽ ഷുഡ് പ്ലസ് V1 ആണ്. ഷുഡ് എന്നതിന് ശേഷം കുഡ് എന്നതിന് ശേഷമൊക്കെ ഒരു ക്രിയയുടെ എന്താ ഉപയോഗിക്കുക? നമ്മൾ V1 ആണ് ഉപയോഗിക്കുക. പക്ഷേ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഷുഡ് പ്ലസ് ബി പ്ലസ് V3, അങ്ങനെയാണെങ്കിൽ മസ്റ്റ് പ്ലസ് ബി പ്ലസ് V3, അങ്ങനെയാണെങ്കിൽ വുഡ് പ്ലസ് ബി പ്ലസ് V3. ഇത് പാസീവ് വോയിസിലെ സ്ട്രക്ചറാണ് പറയുന്നത് കേട്ടോ, പാസീവ് വോയിസിലെ സ്ട്രക്ചർ. പക്ഷേ ആക്റ്റീവ് വോയിസിലെ സ്ട്രക്ചറാണ് ഈ സ്ട്രക്ചർ. ഏത്? ഓക്സിലറി വെർബ് പ്ലസ് V1. അപ്പോൾ ആൻസർ എന്താ വരിക? ദ റൂൾസ് ഓഫ് ദി സ്കൂൾ ഷുഡ് ബി ഒബെയ്ഡ് എന്നാണ്. ദ റൂൾസ് ഓഫ് ദി സ്കൂൾ ഷുഡ് ബി ഒബെയ്ഡ്. നെക്സ്റ്റ്, പ്ലെഥോറ എന്ന വാക്കിൻ്റെ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? സിനണിമാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലെഥോറ എന്ന വാക്കിൻ്റെ സിനണിമാണ്. പ്ലെഥോറ എന്ന വാക്കിൻ്റെ സിനണിം ചോദിച്ചാൽ എബേണ്ടൻസ് എന്നാണ്. സമൃദ്ധമായത് എന്നർത്ഥം, ആവശ്യമുള്ളത്ര എന്നാണ്. എബേണ്ടൻസ് സമൃദ്ധമായത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എബേണ്ടൻസ് എന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക? സ്കേഴ്സിറ്റി എന്ന് പറയാം, ദൗർലഭ്യം എന്ന് പറയാം നമുക്ക്. ഇപ്പോൾ പ്ലെഥോറ എന്ന വാക്കിൻ്റെ മീനിങ് എബേണ്ടൻസ് എന്നാണ്. മീനിങ് എന്ന് പറഞ്ഞാൽ പര്യായ പദം എബേണ്ടൻസ് എന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്തെടുക്കും? സ്കേഴ്സിറ്റി എന്നെടുക്കാം. ഓക്കെ. അടുത്തതും ഒരുപാട് തവണ LD ക്ലർക്ക്, പോലീസ് കോൺസ്റ്റബിൾ പോലുള്ള എക്സാമിന് ചോദിച്ചുള്ള ഒന്നാണ് സെനിത്ത് എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് വേണ്ടത്. സെനിത്ത് എന്നതിൻ്റെ ഓപ്പോസിറ്റ് നദിർ എന്നാണ്. സെനിത്ത് എന്നതിൻ്റെ മീനിങ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹയേസ്റ്റ് പോയിൻ്റ് എന്നാണ്, ഉച്ചസ്ഥായിയിലുള്ള എന്നർത്ഥം. പീക്ക് ഓഫ് സംതിങ് എന്നാണ്, ഏറ്റവും ഉന്നതിയിലുള്ള എന്നർത്ഥം വരുന്ന പദമാണ് സെനിത്ത് എന്നത്. പഠിച്ചു വെച്ചോ, സെനിത്ത് എന്നത്. ഓപ്പോസിറ്റ് നദിർ എന്നാണ്. നദിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ലോവേസ്റ്റ് പോയിന്റ് എന്നാണ്, ഏറ്റവും താഴെയുള്ള എന്നാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം, ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 14ാമത്തത് എ പോയം ഓഫ് 14 ലൈൻസ്, 14 വരി കവിത. 14 വരി കവിത, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ 14 വരി കവിതയ്ക്ക് നമ്മൾ പറയും സോണിറ്റ് എന്നാണ് പറയുക. 14 വരി കവിതയ്ക്ക് സോണിറ്റ് എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ എപ്പിറ്റാഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇത് വൺ വേർഡാണ്, എപ്പിറ്റാഫ്. An inscription on a gravestone. An inscription on a gravestone is called epitaph. അങ്ങനെയാണെങ്കിൽ ഓഡ് എന്നതുകൊണ്ട് ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവാം. യെസ്, ഓഡ് എന്ന് പറഞ്ഞാൽ അർച്ചനാലാപന കാവ്യം എന്നാണ്, എന്തിനെങ്കിലും സ്തുതിച്ചുകൊണ്ടുള്ള കവിത എന്നാണ്. ഇവിടെ 14 ലൈൻസ് പോയംസിന് നമ്മൾ പറയും സോണിറ്റ് എന്നാണ്. അടുത്തത് എ സിനണിം ഫോർ ബാരൻ എന്നാണ്. ചില എക്സാമിന് 2ൽ കൂടുതൽ ചിലപ്പോൾ എന്ത് ചോദിച്ചേക്കാം? സിനണിം ചോദിച്ചേക്കാം. 2ൽ കൂടുതലൊക്കെ ചോദിക്കാം. ചിലപ്പോൾ ഓപ്പോസിറ്റ് 2ൽ കൂടുതൽ വരാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ നമ്മൾ കൂടുതലും എന്ത് ചെയ്തിട്ടുണ്ട്? സിനണിംസ് ആഡ് ചെയ്തിട്ടുണ്ട്. എ സിനണിം ഫോർ ബാരൻ എന്നാണ്. ബാരൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, സിനണിമാണ്. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് എടുക്കുക സ്റ്റെറൈൽ എന്നാണ്. ദ ബാരൻ എന്ന വാക്കിൻ്റെ അർത്ഥം അൺകൾട്ടിവേറ്റഡ് എന്നർത്ഥം, കൃഷിക്ക് അനുയോജ്യമല്ലാത്ത, തരിശായ എന്ന അർത്ഥം വരുന്നൊരു പദമാണ് ബാരൻ എന്നത്. അപ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു വേർഡാണ് നമ്മൾ എടുത്തത്. അങ്ങനെയാണെങ്കിൽ ബാരൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ചോദിച്ചാൽ ഫെർട്ടൈൽ എന്നാണ്, ഫലഭൂയിഷ്ഠമായ എന്നാണ്. അത് തന്ന ഓപ്ഷനിലുണ്ട്, പക്ഷെ അത് അതിൻ്റെ ഉത്തരമായിട്ടല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? സിനണിം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ബാരൻ എന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ എടുക്കാറുള്ളത് ഫെർട്ടൈൽ എന്നാണ്, ഫലഭൂയിഷ്ഠമായ എന്നാണ്, ഫലഭൂയിഷ്ഠമായ. അടുത്തതും ഒരു ആൻറ്റനിം ആണ്. ആൻറ്റനിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിപരീത പദമാണ്, ഓപ്പോസിറ്റാണ്. റിജിഡ് എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, റിജിഡ്. റിജിഡ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് സ്വാഭാവികമായും ഏതൊരാൾക്കും അറിയാം, ഫ്ലെക്സിബിൾ എന്നാണ്. ഇതൊരുപാട് തവണ ചോദിച്ച ഒരു സാധനമാണ്. യെസ്, മറ്റു വാക്കുകളുടെ ഓപ്പോസിറ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെക്സിബിൾ, റിജിഡ് എന്നാണ്. വിട്ടുവീഴ്ചയില്ലാത്ത, കർക്കശമായ എന്ന അർത്ഥം വരുന്ന പദമാണ് റിജിഡ് എന്നത്. അപ്പം ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞ അർത്ഥം വയബിൾ ആയിട്ടുള്ള എന്നാണ്. യെസ്, ഹി വാസ് ഇൻഫോംഡ് ഡാഷ് ദ സീരിയസ് കണ്ടീഷൻ ഓഫ് ഹിസ് ഫാദർ എന്നാണ്. ഇവിടെ നമ്മളോട് പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ സീക്രട്ട് എന്നതിന് ശേഷം എന്തുപയോഗിക്കുമെന്ന് ചോദിച്ചാൽ സീക്രട്ട് എന്നതിന് ശേഷം എപ്പോഴും ഓഫാണ് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ചെറിയ ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഫുൾ എന്നത്. ഫുൾ എന്നതിന് ശേഷം എപ്പോഴും ഉപയോഗിക്കാറുള്ളത് ഓഫാണ്, ഫുൾ ഓഫ്.
അങ്ങനെയാണെങ്കിൽ ഇൻഫോംഡ് എന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക ഓഫ് എന്നതാണ്. ഇൻഫോംഡ് ഓഫ്. പഠിച്ചു വെക്കുക. പ്രപ്പോസിഷണൽ ഫ്രേസസുമായി ബന്ധപ്പെട്ട് കുറേ വാക്കുകളുണ്ട്, റിപ്പീറ്റഡായി ചോദിക്കുന്നതാണ്. അടുത്തെന്താ? ഹി ഡാഷ് മാഡിനസ് ടു എസ്കേപ്പ് പണിഷ്മെൻറ്റ് എന്നാണ്. ഹി ഡാഷ് മാഡിനസ് ടു എസ്കേപ്പ് പണിഷ്മെൻറ്റ് എന്നാണ്. കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, പണിഷ്മെൻറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അഭിനയിച്ചു എന്നാണ്. അവിടെ ഈക്വൽ വേർഡ് ഏതാണ്? ഫെയിൻഡ് എന്നാണ്. പ്രിറ്റൻഡ്, നടിക്കുക, ഇല്ലാത്തത് ഉള്ളതുപോലെ അഭിനയിക്കുക എന്നർത്ഥം വരുന്ന പദമാണ്. യെസ്, ഇത് ഷേക്സ്പിയറിൻ്റെ നാടകവുമായി ബന്ധപ്പെട്ട ഒരു സെൻറ്റൻസിൽ വരുന്ന വേർഡാണ് ഫെയിൻഡ് എന്നാണ്. അടുത്ത മുൻവർഷത്തെ LD ക്ലർക്കിന് നമ്മളോട് ചോദിച്ച ഒരു വേർഡാണ് മദർ വിറ്റ് എന്നത്. മദർ വിറ്റ് എന്നാണ് അതിൻ്റെ മീനിങ് ആണ് നമ്മളോട് ചോദിച്ചത്. മദർ വിറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കോമൺ സെൻസ് എന്നാണ്. പൊതുവായ ഒരു സദാചാരബോധം എന്നാണ് നമ്മൾ പറയുക. മദർ വിറ്റ് എന്നാണ്. യെസ്, എങ്ങനെയാണെങ്കിൽ മദറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു വേർഡാണ് മാട്രിസൈഡ്. മദർ എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു വേർഡാണ് മാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് വൺസ് ഓൺ മദർ ഈസ് കോൾഡ് മാട്രിസൈഡ് എന്നാണ്. കില്ലിംഗ് വൺസ് ഓൺ മദർ ഈസ് കോൾഡ് മാട്രിസൈഡ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന മദറുമായി ബന്ധപ്പെട്ട വേറൊരു വേർഡാണ് മദർ ഇൻ ലോ എന്നതിൻ്റെ പ്ലൂറൽ ചോദിക്കും നമ്മൾ. അമ്മായി എന്നതിൻ്റെ പ്ലൂറൽ മദർ ഇൻ ലോ എന്നതിനെ നമ്മൾ എഴുതുമ്പോൾ മദേഴ്സ് ഇൻ ലോ എന്നാണ് അല്ലേ. മദർ ഇൻ ലോ, മദേഴ്സ്. അപ്പോൾ മദറുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കും മദർ വിറ്റ് എന്നതിൻ്റെ മീനിങ് നാച്ചുറൽ കോമൺ സെൻസ് എന്നാണ്. അടുത്തത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസനുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഡബിൾ കമ്പാരിറ്റീവ്സ്. അതേപോലെ വരുന്ന ഒരു സെക്ഷനാണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്നത്. വൺ ഓഫ് ഹിസ് ടു സൺസ് എന്നാണ്. ശ്രദ്ധിക്കണം പോയിൻ്റ്. വൺ ഓഫ് ഹിസ് ടു സൺസ്, അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളിൽ ഒരാൾ. എത്ര പേരാണുള്ളത്? 2 പേര്. വൺ ഓഫ് ഹിസ് ടു സൺസ്, 2 ആൺമക്കളിൽ ഒരാൾ. ഇപ്പോൾ 2 പേരാണുള്ളത്. 2 പേരെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒന്നിക്കിൽ പോസിറ്റീവ് ഉപയോഗിക്കും അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഉപയോഗിക്കുന്ന പറഞ്ഞിന്. ഇവിടെ വൺ ഓഫ് ഹിസ് ടു സൺസ് രഘു ഈസ് ഡാഷ് എന്നാണ്. ആൻസർ ടോളർ എന്നാണ്. എന്തുകൊണ്ടാണ് ടോളർ ഉപയോഗിച്ചത്? ഇത് കമ്പാരിറ്റീവ്. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ്, ഓഫ് ഉപയോഗിച്ച് 2 നാമങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്തിരിക്കുന്നു. ഓഫ് ഉപയോഗിച്ച് 2 നാമങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്തു. ഓഫ് ഉപയോഗിച്ച് 2 നാമങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതാ ഉപയോഗിക്കുക? കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ കമ്പാരിറ്റീവ് പദത്തിൻ്റെ മുമ്പിൽ സാധാരണ രീതിയിൽ ഓഫ് ഉപയോഗിച്ച് താരതമ്യം ചെയ്താൽ ഏത് ആർട്ടിക്കിൾ ഉപയോഗിക്കാറുണ്ട്? ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാറുണ്ട്. ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഓൾറെഡി തന്ന ചോദ്യത്തിനകത്ത് ദ ഇല്ല. എങ്കിലും ആൻസർ എന്താണ്? നമുക്ക് ടോളർ എന്നാണ്. ഓഫ് ഹിസ് ടു സൺസ് രഘു ഈസ് ടോളർ എന്നാണ്. അടുത്തത് വൺ വേർഡായിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ് പനോരമ എന്നത്. പനോരമ എന്നതിൻ്റെ മീനിങ് എന്താണെന്നാണ് നമ്മൾ ചോദിക്കുക. വൈൽഡ് ആൻഡ് നോയിസി ഡിസോർഡർ, ശബ്ദ കോലാഹലം എന്നർത്ഥം വരുന്ന ഒരു വൺ വേർഡാണ്. പഠിച്ചു വെച്ചോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2003 മുതൽ കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന, ഓൾട്ടർനേറ്റീവ് ചോദിക്കുന്ന സാധനമാണ് ഇത്. വൈഡ് ആൻഡ് നോയിസ് ഡിസോർഡർ, മീനിങ് പനോരമ എന്നാണ്. അടുത്ത ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താ ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യം? ലുക്ക് ഡൗൺ അപ്പോൺ എന്നാണ്. ലുക്ക് ഡൗൺ അപ്പോൺ എന്നും ലുക്ക് ഡൗൺ ഓൺ എന്നും ലുക്ക് ഡൗൺ അപ്പോൺ എന്നും ലുക്ക് ഡൗൺ ഓൺ എന്നും വന്നാൽ അതിന് സെയിം മീനിങ് ആണ്. രണ്ടും ഒരേ ഓപ്ഷനിൽ വരാറില്ല കേട്ടോ. വന്നാൽ ഒരേ മീനിങ് ആണ്. ട്രീറ്റ് വിത്ത് കെൻറ്റംപ്റ്റ് എന്നാണ്. വെറുപ്പോടുകൂടി നോക്കിക്കാണുക എന്നാണ്. നിന്ദിക്കുക, പുച്ഛിക്കുക എന്നർത്ഥം വരുന്നൊരു പദമാണ്. സോ ഇവിടുത്തെ ആൻസർ പ്രകാരം ബി എന്നതാണ്. നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ട്രീറ്റ് വിത്ത് കെൻറ്റംപ്റ്റ് എന്നാണ്. ദെൻ ഒരു രസകരമായ ചോദ്യമാണ്. സാധാരണ രീതിയിൽ കലക്റ്റീവ് നൗൺ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് തരാറുള്ളത്. എന്നാൽ ഇവിടെ തന്നിരിക്കുന്ന നോക്കിയേ, വിച്ച് ഈസ് കലക്റ്റീവ് നൗൺ. താഴെ കൊടുത്തതിൽ ഏതാണ് കലക്റ്റീവ് നൗൺ എന്നാണ് നമ്മളോട് ചോദ്യം. ഒരു കൂട്ടത്തെ കാണിക്കുന്ന വേർഡ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ തന്ന പ്രകാരം ടീം എന്നാണ് ആൻസർ. ടീം എന്നാണ്. അപ്പോൾ എ ടീം ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയുന്ന അമ്മ, എ ടീം ഓഫ് പ്ലെയേഴ്സ്, കളിക്കാരുടെ സംഘം. അപ്പോൾ അവിടെ തന്നതിൽ ടീം എന്നാണ്.
അങ്ങനെയാണെങ്കിൽ എ ബെവി ഓഫ് ലേഡീസ്, ബെവി ഓഫ് ലേഡീസ് എന്നും പറയാം, ബെവി ഓഫ് ഗേൾസ് എന്നും പറയാം. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള കലക്റ്റീവ് നൗൺ നമ്മളോട് ചോദിക്കും. അപ്പോൾ വേർഡ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇങ്ങനെയുള്ള പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ഏസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.